ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി കുലുക്കി സർബത്ത് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒന്നും കൂടാതെ തന്നെയാണ് ഈ കുലുക്കി സർബത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വരൂ, നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിടാം. അതിനായി ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കസ്കസ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നോർമൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടിക്കോളും. ഒരുപാട് സമയം മുന്നേ ഒന്നും കുതിരാനിടേണ്ട ആവശ്യമില്ല. നമ്മളത് ജ്യൂസ് തയ്യാറാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് ചെയ്താൽ തന്നെ മതിയാകും. ഇനി ഞാൻ കുലുക്കി സർബത്ത് റെഡിയാക്കുന്നത് ഇതുപോലത്തെ ഒരു ജാറിലാണ്. എല്ലാ വീട്ടിലും ഇതുപോലത്തെ ജാർ ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ കുപ്പി അല്ലെങ്കിൽ കുറച്ച് വായ്വട്ടമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും മതി. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കില്ലേ, തൂക്കുപാത്രമൊക്കെ ഇല്ലേ, അതായിരുന്നാലും മതി. പക്ഷെ ലീക്ക് ആവരുത്. ഈ ജാറിലോട്ട് ഞാൻ 2-3 പീസ് ചെറുനാരങ്ങ കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നന്നാറി അഥവാ നറുനീണ്ടി സിറപ്പാണ്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സിറപ്പാണ് കേട്ടോ. നറുനീണ്ടി സിറപ്പ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഇത് ആവശ്യമുള്ളവർക്കായി റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും ചേർക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസിൽ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സാധാരണ കുലുക്കി സർബത്തിലൊക്കെ ഒരുപാട് കസ്കസ് കാണാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് മുഴുവനായും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. ഇതിലോട്ട് ഐസ് ക്യൂബ്സ് അല്ലാതെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ആവശ്യമായ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് അടപ്പ് ഉപയോഗിച്ച് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കാം. നറുനീണ്ടി സിറപ്പ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇതിലോട്ട് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായി കുലുക്കിയെടുക്കണം. ഇതുപോലെ നന്നായി ഷേക്ക് ചെയ്ത് ഈ ഐസൊക്കെ നന്നായി മെൽറ്റായി കിട്ടുന്നത് വരെ കുലുക്കിയെടുക്കണം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കോളും കേട്ടോ. ഐസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി നല്ല വാട്ടറായിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ കുലുക്കി സർബത്ത് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഐസൊക്കെ ഏകദേശം 1/4 ഭാഗത്തോളം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ കുലുക്കി സർബത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്